കർത്താവിനെ വീണ്ടും ഞാൻ നന്ദിയോടുകൂടെ സ്തുതി കരയേറ്റുന്നു. അവിടുന്ന് നമുക്ക് തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മിഷൻ അഥവാ ആ ദൈവത്തിൻ്റെ സ്വപ്നം എന്ന് വേണമെങ്കിൽ പറഞ്ഞു, അത് എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ജന്മസാഫല്യം എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ ചില സ്വപ്നങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവത്തെ ഉപയോഗിക്കുകയല്ല, പ്രത്യുത ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിനായി നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവികരായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ സൃഷ്ടിയും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നു. ദൈവം നമുക്ക് വേണ്ടി എന്നുള്ളതാണ് ഇന്നത്തെ കോമൺ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ദൈവം നമ്മൾക്ക് അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും, നിന്റെ സ്വപ്നങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വരിക എന്ന് നമ്മൾ പറയും. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണ്. കാര്യം നമുക്ക് അത്രയ്ക്കുള്ള കപ്പാസിറ്റിയൊക്കെ ഉള്ളൂ. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ പദ്ധതിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം എന്ത് ചെയ്തു? അവന്റെ പദ്ധതികളൊന്നും ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞില്ല. പകരം അവന്റെ പദ്ധതികളെ അവൻ ഉപേക്ഷിക്കുകയാണ്. നീ നിന്റെ ചാർച്ചക്കാരെയും ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട്. അപ്പൊ അതിനെ വിടുക. കാരണം നമുക്ക് ദൈവം നൽകുന്ന ഒരു പുതിയ ലോകമുണ്ട്. ആ ലോകത്തിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. യാക്കോബ് അങ്ങനല്ലായിരുന്നു. യാക്കോബ് എന്ത് ചെയ്തു? അവന്റെ പദ്ധതികൾ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നീ ഇതെല്ലാം ചെയ്തു തന്നാൽ, അങ്ങനെ നീ അത് ചെയ്താൽ ഞാനിത് ചെയ്യും. ഒരു ബിസിനസ്, ദൈവവുമായിട്ടൊരു ബിസിനസ്. പിന്നെ ദശാംശം തന്നേക്കാം. എന്നാൽ അബ്രഹാം അങ്ങനൊന്നും പറഞ്ഞില്ല. അബ്രഹാമിന് യാതൊന്നും അറിയാൻ വയ്യാതെ ഹി വാസ് പ്ലഞ്ചിങ് ഇൻ ടു അൺസർട്ടനിറ്റി. നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്. പലപ്പോഴും ഫെയ്ത്ത് എന്ന് പറയുന്നത് പ്ലഞ്ചിങ് ഇൻ ടു അൺസർട്ടനിറ്റിയാണ്. അനിശ്ചിതത്വത്തിലേക്കുള്ള ഒരു എടുത്തിയാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ആ അനിശ്ചിതത്വം ഒരിക്കലും അരക്ഷിതമല്ല. ഇറ്റ് ഈസ് ഇൻസർട്ടനിറ്റി. ഒരു അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലും ഇൻസെക്യൂരിറ്റി ഇല്ല. കാരണം നമ്മൾ എടുത്ത് ചാടുന്നത് എങ്ങോട്ടാണ്? ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ്. അവിടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെ പൂർത്തീകരിക്കാനുള്ള സകല റിസോഴ്സസും അവൻ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് തന്നെയല്ല, മാനുഷികമായി നമുക്കത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അതിന് നമ്മളെ പ്രാപ്തമാക്കേണ്ടതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മുടെ ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതല്ല പ്രത്യുത, ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് നമ്മൾ കണ്ടു. സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. ഒരു വിശുദ്ധ സമൂഹം. ആദമും ഹൗവയും വിശുദ്ധ പ്രജകളായിരുന്നു. അവർ ദൈവത്തിന്റെ പ്രജകളായിരുന്നു, ദൈവത്തിന്റെ മക്കളുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു. അത് ആ വാക്ക് തന്നെ അവൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ്? മക്കൾക്ക് പിതാവ് കൊടുക്കുന്ന പുത്രാധികാരത്തിന്റെ സിംബലാണ് അനുഗ്രഹം. മക്കളെയാണ് അനുഗ്രഹിക്കുന്നത്, പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം. അതാണ് ആദമനും ഹവ്വയ്ക്കും ദൈവം കൊടുത്തത്. ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹം. അവരിലൂടെ ലോകത്തിന്റെ സകല കാര്യം, അതിനാ ലോകത്തെ ഉണ്ടാക്കിയത്. ലോകത്തെ മുഴുവൻ അവർ കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? ആദമനും ഹവ്വയ്ക്കും. എന്നാൽ ആദമും ഹവ്വയും മാത്രമല്ലായിരുന്നു ദൈവത്തിന്റെ മനസ്സിൽ. അവരെ അനുഗ്രഹിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അപ്പോൾ ആദമും ഹവ്വയും ദൈവത്തിന്റെ പ്രജകളായിരുന്നു, ദൈവത്തിന്റെ മക്കളുമായിരുന്നു. ദൈവം രാജാവായിരുന്നു, ദൈവം പിതാവുമായിരുന്നു. അങ്ങനെ രാജാവും പിതാവുമായ ദൈവത്തിന്റെ പ്രജകളും മക്കളുമായി ആദമും ഹവ്വയും ജീവിക്കുക. അത് മാത്രം പോരാ,
വിശുദ്ധരായ അവരിലൂടെ ജനിക്കുന്ന വിശുദ്ധ പ്രജകൾ ഒരു വിശുദ്ധ വംശമായി ഭൂമിയിൽ നിറയുക. ഭൂമി മുഴുവൻ ദൈവത്തെ രാജാവും പിതാവുമാക്കിയവരുടെ കൂട്ടായ്മ, ഇതായിരുന്നു ദൈവത്തിന്റെ സ്വപ്നം, ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതി തകിടം മറിഞ്ഞു പോയി. അത് മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് പ്രോബ്ലം ഉണ്ടായി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്വപ്നത്തിന് വ്യത്യാസം വരുന്നില്ല. ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സിലെ സ്വപ്നമെന്ന് പറയുന്നത്, ദൈവത്തെ രാജാവും പിതാവുമാക്കിയിരിക്കുന്ന ഒരു ജനതയുടെ, ഒരു വിശുദ്ധ സമൂഹത്തിന്റെ, ആ സമൂഹമാണ്, ഒരു വിശുദ്ധ സമൂഹമാണ് ദൈവത്തിന്റെ മനസ്സിൽ. ആ വിശുദ്ധ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. നമ്മൾ ആ വിശുദ്ധ സമൂഹം ഉണ്ടാക്കണം. ആദമിനോടും ഹവ്വയോടും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. കാര്യം ആദമും ഹവ്വയും ആ വിശുദ്ധ വംശത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവരുടെ മക്കളും ആ നിലയിൽ പാപം ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുകയും. എന്നാൽ നോഹയോട് പറയുമ്പോഴും, നോഹയെയും കുടുംബത്തെയും ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ഭൂമിയിൽ നിന്ന് വിച്ഛേദിച്ച് കളഞ്ഞതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുകയും. എന്നാൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്നല്ല പറയുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതായത് ശപിക്കപ്പെട്ടവരെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നതിന് പകരം ആ ശപിക്കപ്പെട്ടവരെ അനുഗ്രഹത്തിന് അധീനരാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ദൈവം അബ്രഹാമിലൂടെ കണ്ടത്. ഇന്നും അതാണ്. ദൈവം നമ്മളെ അവന്റെ പ്രജകളും അവന്റെ മക്കളുമാക്കി തീർത്തു. നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, കർത്താവ് എന്ന് പറഞ്ഞാൽ രാജാവെന്നാണ്. ദൈവം രാജാവും നമ്മൾ പ്രജകളുമാണ്. എന്നാൽ അതേസമയം വീണ്ടും ജനിച്ച ഓരോ വ്യക്തികളും അവന്റെ മക്കളുമാണ്. നമ്മളെല്ലാം ദൈവത്തിന്റെ പ്രജകളും മക്കളുമാണ്. അങ്ങനെ വിശുദ്ധ മക്കളായ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്നാണെന്നറിയാമോ? ഈ വിശുദ്ധിയുടെ സന്ദേശം ലോകമെങ്ങും വ്യാപിപ്പിച്ച് ദൈവത്തെ പിതാവും രാജാവുമാക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവം ഇന്നും പ്രതീക്ഷിക്കുന്നത് തന്നെ പിതാവും രാജാവുമാക്കുന്ന വിശുദ്ധ മക്കളുടെ ഒരു വലിയ സമൂഹമാണ്. അതാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മോഹം, അതാണ് ഹൃദയത്തിന്റെ പദ്ധതി എന്നുള്ളത്. അത്രയുമാണ് നമ്മൾ കണ്ടതായ കാര്യം. ദൈവത്തെ രാജാവും പിതാവുമാക്കുന്ന ഒരു വിശാല സമൂഹം, ഭൂമി മുഴുവൻ ദൈവത്തിന്റെ മക്കൾ, അതായിരുന്നു സൃഷ്ടിയിലെ ദൈവിക പദ്ധതി. അതിനാവശ്യമായ എല്ലാ നിലയിലും മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ എല്ലാ രീതിയിലും ആ നിലയിലുള്ള അതിന് പാകമായ നിലയിലാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ, ഇതിന്റെ 8ാമത്തെ സങ്കീർത്തനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഗ്ലോറി ആൻഡ് ഓണർ. ഇവിടെ ഈ 2 വാക്കുകളും വളരെ പ്രസക്തമാണ്. തേജസ്, ഇവിടെ തേജസ് എന്ന് പറയുന്നതായ വാക്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതായ പുത്രാധികാരത്തെ കാണിക്കുന്നതാണ്. പുത്രനുള്ളതാണ് തേജസ്. ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെല്ലാം മഹനീയമാണെങ്കിലും അതൊന്നും ദൈവിക തേജസ്സുള്ളതല്ല. ആ ദൈവ തേജസ് ദൈവം മകന് കൊടുത്തിരിക്കുകയാണ്. ആരാണ് മകൻ? മക്കൾ. ആദമും ഹവ്വയും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ അവർക്ക് ദൈവം സൃഷ്ടിയിൽ തന്നെ തേജസ് കൊടുത്തിരുന്നു. അവര് തേജസ്സിനാൽ പുതിയപ്പെട്ടവരായിരുന്നു. ആദമും ഹവ്വയും ദൈവത്തിന്റെ മക്കള്, പുത്രത്വത്തിന്റെ തേജസ്. അതിനുശേഷമാണ് തേജസ്സും ബഹുമാനവും അണിയിച്ചിങ്ങോട്ട് വന്നിട്ടാണ് ഈ അനുഗ്രഹം അവർക്ക് കൊടുക്കുന്നത്, പുത്രാധികാരം കൊടുക്കുന്നത്. തേജസ് പുത്രന്മാർക്കുള്ളതാണ്. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോഴും അവിടെയെല്ലാം, റോമാലേഖനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്സിനെ കുറിച്ചുള്ള വളരെ വിശദമായ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. പ്രത്യേകിച്ച് അതിന്റെ 8ാം അധ്യായം വായിക്കുമ്പോൾ 16 മുതലുള്ള വാക്യങ്ങൾ
അവിടെ കാണുന്നത് നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മളെ അബ്ബാ, ഫാദർ എന്ന് വിളിക്കാൻ പ്രാപ്തമാക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. ദൈവാത്മാവ് നടത്തുന്നവൻ എല്ലാം. നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവ് നിയന്ത്രിക്കുമ്പോൾ അഥവാ ദൈവാത്മാവ് നടത്തുമ്പോൾ, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതാണ്, ഫോർ ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ദീസ് ആർ സൺസ് ഓഫ് ഗാഡ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ദൈവാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നവർ, ദൈവാത്മാവ് നടത്തിക്കൊണ്ടു പോകുന്നവർ, ദൈവാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നവർ, അവരാണ് ദൈവത്തിന്റെ മക്കൾ. കാരണം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് പറയുമ്പോഴും ആത്മാവിനാൽ ജനിച്ചവനൊക്കെയും അങ്ങനെയാകുന്നെന്നാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നാച്ചുറൽ ബർത്ത് ഉണ്ട്. എവ്രി വൺ ഈസ് ബോൺ ഓഫ് ഫ്ലൂയിഡ്. പക്ഷെ ആ ജന്മം പോരാ, എന്തുകൂടെ വേണം? ആത്മാവിനാലുള്ള ജനനം ആവശ്യമുണ്ട്. ആ ആത്മാവിനാൽ ജനിച്ചവൻ ദൈവത്തിന്റെ മക്കളാ. ദേ ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അപ്പോൾ ആത്മാവിനാൽ ജനിച്ചവരാണ് നമ്മൾ. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചവരാണ്. അങ്ങനെ ആത്മാവിനാൽ ജനിച്ചവരാകുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷനുണ്ട്. അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ നിരന്തര സമ്പർക്കത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പറയുന്നത്, നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. ഇനി നാം വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചവർ, അവർക്ക് ഉള്ളിലുള്ള ബോധ്യമുണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എപ്പോഴും ഞാൻ ആരാണെന്നുള്ള ബോധ്യമുണ്ട്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ 43-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ടു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവം പറയുകയാണ്, യു ആർ മൈൻ. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അവന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇന്ന് എന്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ബോധ്യം ഉണ്ടാകും, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവ പൈതലാണ്. ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാക്കി തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. യു സീ, അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ മക്കൾ. 17-ാം വാക്യം വായിക്കുമ്പോൾ, റോമർ 8:17, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്, അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ, അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുക. അപ്പൊ പുത്രത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിലയിൽ പുത്രത്വത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത് തേജസ്സാണ്. ആദമനും ഹവ്വയ്ക്കും അവരെ തേജസ്സും ബഹുമാനവും ദൈവം അണിയിച്ചിരുന്നെന്നാണ് പറയുന്നത്. ആ തേജസ് ഉള്ളതുകൊണ്ട് പിന്നെയും പറയുന്നതെല്ലാം അതാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ അറിയുന്നു. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിൽ, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. വീണ്ടും ആ തേജസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എന്നാൽ ആ തേജസ്സിന്റെ ആ പ്രൈം ആ ഏറ്റവും ആത്യന്തികമായി നമ്മൾ പൂർണ്ണമായും തേജസ്കരിക്കപ്പെടുന്നത്, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ പുത്രത്വത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. പുത്രത്വത്തിന്റെ അവകാശമാണ് തേജസ്. എന്നാൽ ആത്യന്തികമായി നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ തേജസ്കരിക്കപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് അവൻ നീതീകരിക്കപ്പെട്ട ശേഷമാണ്. അപ്പോൾ ആദ്യമുള്ളത് ജസ്റ്റിഫിക്കേഷനാണ്. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ തുടങ്ങി പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു റേസ് ആണത്, അല്ലെങ്കിൽ ഒരു ഓട്ടക്കളമായിട്ടാണത് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ
സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയാൽ പിന്നീട് നമ്മൾ ആ ട്രാക്കിലൂടെ ഓടുകയാണ്. ഈ ഓട്ടം എന്ന് പറയുന്നത് സാങ്ക്ടിഫിക്കേഷനാണ്. ആദ്യത്തേത് ജസ്റ്റിഫിക്കേഷനാണ്. ആ സാങ്ക്ടിഫിക്കേഷന്റെ ഒടുവിൽ നമ്മൾ ചെന്നെത്തുന്നതാണ് ഗ്ലോറിഫിക്കേഷൻ അഥവാ തേജസ്കരണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, അത് മറ്റൊരു വിശാലമായ സബ്ജക്റ്റാണ്. എങ്കിലും ഏറ്റവും ആത്യന്തികമായി നമ്മൾ ചെന്നെത്തുന്നത് സമ്പൂർണമായ തേജസ്സിന്റെ അവസ്ഥയിലേക്കാണ്. ആദമും ഹവ്വയും തേജസ് ധരിച്ചവരായിരുന്നു. അങ്ങനെ തേജസ്സിന്റെ വസ്ത്രം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. കാരണം അവർക്ക് നാണം തോന്നേണ്ട കാര്യമില്ല. കാര്യം അവർക്ക് നേരത്തെ ഉടുപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഉടുപ്പില്ലാഞ്ഞിട്ടും അവർക്ക് നഗ്നതയൊന്നും ഫീൽ ചെയ്തില്ല. എന്താന്ന് ചോദിച്ചു ഫിദിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. കാരണം അവര് തേജസ്സിന്റെ വസ്ത്രം ധരിച്ചവരായിരുന്നു. ഈ തേജസ്സിന്റെ വസ്ത്രം ധരിക്കാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് തേജസ്സിന്റെ വസ്ത്രമാണ്. അതിനു മുമ്പ് അവർ ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരും. നമുക്കറിയാമല്ലോ, എവ്രി കൂൾ ഓഫ് ദ ഡേ ഗോഡ് വാസ് കമ്മിങ് ഡൗൺ. എന്നിട്ട് അവന്റെ മക്കളായ ആദമും ഹവ്വയും ഓടിച്ചെല്ലും. കാര്യം നോക്കിയിരിക്കുക പിതാവ് വരുന്നത്. ആ തേജസ്സിന്റെ വസ്ത്രമുള്ളത് കൊണ്ട് ആ തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇവർക്ക് ഓടിച്ചെല്ലാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാൽ സംഭവം നമ്മൾ കാണുന്നത്, അവർ പാപം ചെയ്തപ്പോൾ അവർക്ക് തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് പുത്രത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് കറക്റ്റ്. കാര്യം തേജസ്സും പുത്രത്വവും ഒരുമിച്ചാണ് പോകുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 3-ാം അധ്യായത്തിൽ ആ വേദഭാഗം നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. അവിടെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോൾ ഇരുവരുടെയും കണ്ണു തുറന്ന് അവർ നഗ്നരെന്ന് കണ്ടു. ഇരുവരുടെയും കണ്ണു തുറന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ അന്ധരായിരുന്നു. ഒരു പരിധിവരെ അന്ധരായിരുന്നു എന്ന് പറയാം. കാര്യം അവരുടെ കണ്ണുകൾ അതുവരെ തുറന്നിരുന്നത് ദൈവത്തിങ്കലേക്കാണ്. ഇപ്പോൾ അവരിലേക്ക് തന്നെ നോക്കി. ഇതുവരെ അവരുടെ ഐഡന്റിറ്റി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ഐഡന്റിറ്റി ദൈവവുമായിട്ടുള്ളത് നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളവിടെ കാണുന്നത് അവരുടെ കണ്ണ് തുറന്നു. തേജസ്സിന്റെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തേജോമയനായ ദൈവത്തിന്റെ അടുത്തേക്ക് അവർക്ക് ചെല്ലാൻ കഴിയുകയില്ല. കാരണം സൃഷ്ടിയിൽ അവരെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്നതാണ്. ഈ തേജസ്സിന്റെ വസ്ത്രം ഇവർക്ക് നഷ്ടപ്പെട്ടതാണ് പാപത്തിന്റെ പരിണിത ഫലമായി നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് അവർ നഗ്നരെന്ന് അറിഞ്ഞു. അവരുടെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പുത്രാധികാരം നഷ്ടപ്പെട്ടു. പിന്നീട് അവർക്ക് പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയുന്നില്ല. അപ്പൊ തേജസ്സിന്റെ വസ്ത്രമായിരുന്നു പുത്രത്വത്തിന്റെ അധികാര ചിഹ്നം. ഞാൻ പുത്രനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് തേജസ്, ദൈവം അണിയിച്ച തേജസ്, അത് പുത്രാധികാരമാണ്. തേജസ്സിന്റെ വസ്ത്രമായിരുന്നു പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോൽ. പാപം മനുഷ്യന്റെ തേജസ്സിന്റെ വസ്ത്രം കീറിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ അവര് നോക്കിയിട്ട് അവര് പറയാണ്, വി ആർ നെയ്ക്കഡ്. എന്നിട്ട് അവര് ദൈവത്തിൽ നിന്ന് ഓടി. അതായത് അവര് അന്യോന്യം നഗ്നരെന്ന് അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വെറും അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടത് മുഖേന ഉണ്ടായ ശാരീരികമായ നഗ്നത എന്നതിനേക്കാൾ
ഇവിടെ നഗ്നത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൾക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം അവൾക്ക് നഷ്ടപ്പെട്ട തേജസ്സിനെ കുറിച്ചാണ്. അല്ലാതെ അവൾക്ക് തുണിയില്ലാതായി, അതുകൊണ്ട് അവർക്ക് നഗ്നരാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ അടുത്തോട്ട് പോകാൻ അവർക്ക് മടിയുണ്ടായി എന്നുള്ളൊരർത്ഥമില്ല. അതല്ല പ്രത്യുത. അവർക്ക് ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കുവാൻ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടതായ അവസ്ഥ. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവരെ ഓടി ഒളിച്ചിരിക്കുകയാണ്. അവർ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നത നിറഞ്ഞു അത്തിയില കൂട്ടി തുന്നി ഒരു അരയാട ഉണ്ടാക്കി. അത്തിയില. അതുപോലെ കാര്യം ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് കയറുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിന് പകരമായിട്ട് അത്തിയല ഉണ്ടാക്കിയെന്ന്. അത്തിയല ഉണ്ടാക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ നഗ്നത മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. എന്നിട്ടും അവർക്ക് ദൈവസന്നിധിയിൽ ഇപ്പൊ അത്തിയല കൂട്ടി തുന്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അവരെന്താ? അത്തിയില കൂട്ടി തുന്നി അരയാട ഉണ്ടാക്കി. പക്ഷെ എന്നാ പിന്നെ ഇപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ലല്ലേ, നല്ല അത്തിയലയൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാമെന്ന് അവർ ചിന്തിച്ചോ? ഇല്ല. കാര്യം അങ്ങനെയുള്ള ശാരീരിക നഗ്നതയല്ല അവിടുത്തെ വിഷയം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത നിലയിൽ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ വിഷയം. അവർ ചിന്തിച്ചു അത്തിയല കൂട്ടി തുന്നിയാൽ തേജസ്സിന്റെ വസ്ത്രം കിട്ടുമെന്ന്. തേജസ്സിന് പകരം അത്തിയല ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ മതങ്ങളും ചെയ്യുന്നത്. ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കുവാൻ, തേജോമയനായ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ തേജസ്സിന്റെ വസ്ത്രം വേണം, പുത്രാധികാരം വേണം. അതില്ലാതെ കുറെ നമ്മൾ കാണുന്നതായ പല തരത്തിലുള്ള ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടൊന്നും ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ഏത് റിലീജിയൻ ആണെങ്കിലും ആചാരങ്ങളും പാരമ്പര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടു ചെല്ലുകയില്ല. അത് ഏത് മതമാണെങ്കിലും, നമ്മൾ പറയുന്ന ക്രിസ്തീയ മതമാണെങ്കിലും ആചാരങ്ങളും പാരമ്പര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണമെങ്കിൽ ഒന്നാമത് പുത്രാധികാരം ലഭിക്കണം. കാര്യം പുത്രന്മാർക്ക് മാത്രമേ പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയുകയുള്ളൂ. പിതാവിനോട് ആക്സസ് ഉള്ളത് പുത്രന്മാർക്കാണ്. പുത്രാധികാരം ലഭിക്കണമെങ്കിൽ നമുക്ക് തേജസ്സിന്റെ വസ്ത്രം മടക്കി കിട്ടണം. തേജസ്സിന്റെ വസ്ത്രം നമുക്ക് മടക്കി കിട്ടുന്നത് നമ്മൾ മക്കളാകുമ്പോഴാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വീണ്ടും പ്രവേശിക്കുവാനുള്ള ഏക മാർഗം വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആത്മാവിനാൽ ജനിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. അത് മാത്രമേ കഴിയൂ. അല്ലാതെ ബാക്കി എന്തെല്ലാം ആചാരങ്ങൾ നമ്മൾ ആചരിച്ചാലും എത്ര പാരമ്പര്യങ്ങൾ പിന്തുടർന്നാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. എന്നാൽ ആത്മാവിനാൽ ജനിച്ചാൽ ആത്മാവാകുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയും. മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിൽ കയറി ചെല്ലാൻ കഴിഞ്ഞത് അവനൊരു ആത്മജീവി ആയതുകൊണ്ടാണ്. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മാവ് മരിക്കുകയാ, ശരിക്കും മൃതമായി തീർന്നു. അപ്പോഴാണ് അവർക്ക് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഇതെല്ലാം റിലീജിയനാണ്. ഏതെങ്കിലും വൃക്ഷത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്ന ഉടനെ ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ചിലരുടെ ചിന്ത ദൈവം കാണാതെ അവർ ഒളിച്ചിരുന്നു. എലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നറാണ്, ഒരു അർമേനിയൻ റൈറ്ററാണ്, ജ്യൂവ. അദ്ദേഹം നാസി പാളയത്തിൽ കഷ്ടം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട്, നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം, കഥയല്ല, ഒരു സംഭവം, അത് ഈ നാസി പട്ടാളക്കാരുടെ പട്ടാള ക്യാമ്പിൽ പീഡിപ്പിക്കപ്പെട്ടതായ ഒരു യഹൂദ റബിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. ചില പ്രായമുള്ള യഹൂദ റബി
അപ്പോൾ ഈ നാസി പട്ടാളക്കാര് അവർ ഇദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ഒരു പട്ടാളക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു പട്ടാളക്കാരനാണ്. അവൻ പറഞ്ഞു, റബി, നിങ്ങളുടെ ഈ വേദപുസ്തകം ഉണ്ടല്ലോ, അത് ഞാനേ ആദ്യം ഒന്ന് വായിക്കാനൊക്കെ നോക്കി. എൻ്റെ വീട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നു, എൻ്റെ അപ്പനും അമ്മയൊക്കെ അവരൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ആദാമും ഹവ്വായും മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ദൈവം വന്നിട്ട് ചോദിച്ചു, ആദാമേ നീ എവിടാന്ന്? നിങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. എന്നിട്ട് ഈ ദൈവത്തിനെന്താ ഈ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ആദാമിനെ കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത്? അന്ന് ഞാൻ വായിക്കുന്നത് നിർത്തി. ഇത് ഈ നാസി പട്ടാളക്കാരൻ പയ്യൻ പറഞ്ഞതാ. ഈ യഹൂദ റബി അവനോട് പറഞ്ഞു, മോനെ, നീ സീരിയസ് ആണെങ്കിൽ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു തരാം, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സീരിയസ് ആണെങ്കിൽ ഞാൻ പറയാം. എന്താണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന വാക്കിന്റെ അർത്ഥം? വേർ യു ആർ എന്ന് നമ്മുടെ ഭാഷയിൽ ചോദിക്കുമ്പോൾ നീ എവിടെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥം നമുക്ക് തോന്നാം. എന്നാൽ എബ്രായ ഭാഷയിൽ ആ വാക്കിന് ഭയങ്കര മീനിങ് ഉണ്ട്. അത് പല വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ്. ആഡം, വേർ യു ആർ, വാട്ട് യു ഹാവ് ഡൺ, വൈ ദിസ് ഹാപ്പൻ, എന്ത് നീ ചെയ്തത്, എന്താ പറ്റിയത്, ഞാൻ നിന്നെ എവിടെയാ ആക്കിയത്, ഇപ്പോൾ നീ എവിടെയാണ്? അതാ എന്റെ കറക്റ്റ്. ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, ഇപ്പോൾ നീ എവിടെയാണ്? വൈ, വാട്ട്, വേർ, ഹൗ, ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത്. അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കരച്ചിലാണ്. ഈ യഹൂദ റബി പറഞ്ഞ കാര്യമാണ്. അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കരച്ചിലാണ്. എന്റെ മോനെ, നീ എന്തായി കാണിച്ചത്? ഞാൻ നിന്നെ എവിടെയാ ആക്കിയത്? നീ ഇപ്പൊ എവിടെയാ? എന്തു പറ്റി? എങ്ങനെ ഇത് സംഭവിച്ചു? എന്നെല്ലാം കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയം പൊട്ടിയുള്ള ഒരു കരച്ചിലാണ്. പ്രിയമുള്ളവരെ, ആദം എവിടെ ഒളിച്ചിരുന്നതെന്ന് അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് കർത്താവ് ചോദിച്ചാൽ ഏത് മരത്തിന്റെ പുറകിലാണ് നീ ഒളിച്ചിരിക്കുന്നത്? ആ ഒരർത്ഥത്തിലല്ല. പ്രത്യുത നീ എന്ത് കാണിച്ചു? ആദം പറയുകയാണ്, നിന്റെ ഒച്ച ഞാൻ കേട്ടു. അതിന്റെ 10ാമത്തെ വാക്യത്തിൽ, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു. ഇന്നലെ ദൈവത്തിന്റെ ഒച്ച കേട്ടപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നവനായ ആദം ഇന്ന് ദൈവത്തിന്റെ ഒച്ച കേട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. എന്താ മോനെ സംഭവിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ നഗ്നനാണെന്ന് ഞാൻ മനസ്സിലാക്കി. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു, ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. അടുത്ത വാക്യത്തിൽ കർത്താവ് ചോദിക്കുക, നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചു. നീ എങ്ങനെ നഗ്നനായി? നീ നഗ്നനാകാൻ ഒരു കാരണമേ ഉള്ളൂ. എന്ത്? ആകെ ഒരു കാരണം മാത്രമേ, ഒരൊറ്റ കാര്യമേ മനുഷ്യനെ നഗ്നനാക്കുന്നതായി, ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി, അവന്റെ തേജസ്സിന്റെ വസ്ത്രം കളയുന്നതായിട്ട് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ദൈവം പറയുകയാണ്, വാട്ട് ഹാപ്പൻഡ്? ഞാൻ തിന്നരുതെന്ന് നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നോ? നീ അനുസരണക്കേട് കാണിച്ചോ? നീ പാപം ചെയ്തോ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നോ? അത് മാത്രമേ നിന്നെ നഗ്നനാക്കത്തുള്ളൂ. മനുഷ്യനെ അവന്റെ തേജസ് നഷ്ടപ്പെടുത്തുന്നത്, അവനെ നഗ്നനാക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം അവനെ മാറ്റിക്കളയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതാണ് പാപം. പാപമാണ് മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെടുത്തിയത്. പാപമാണ് മനുഷ്യനെ നഗ്നനാക്കിയത്. പാപമാണ് മനുഷ്യന്റെ പുത്രാധികാരം ഇല്ലാതെയാക്കിയത്. പാപമാണ് ദൈവത്തെ സന്നിധിയിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത്. ഇറ്റ് ഈസ് സിൻ. പ്രിയമുള്ളവരെ, നമ്മളതിന്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കണം. ആ നിമിഷം മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്, നമ്മൾ പറയും പറുദീസ നഷ്ടപ്പെട്ടു, പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ കാവ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
പറുദീസ നഷ്ടപ്പെട്ടത് ഒരു കാര്യം, യഥാർത്ഥത്തിൽ അവന് നഷ്ടപ്പെട്ടത് ദൈവത്തെയാണ്. ഹി ലോസ്റ്റ് ഗാഡ്. പറുദീസയല്ല, ദൈവം. മനുഷ്യന് പറുദീസ നഷ്ടപ്പെട്ടു, എന്നാൽ ദൈവത്തിന് നഷ്ടപ്പെട്ടത് സ്വന്തം പുത്രനെയാണ്. മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വന്തം പിതാവിനെയാണ്. പിതാവായ ദൈവത്തെ മനുഷ്യന് നഷ്ടപ്പെട്ടു, മനുഷ്യനെ ദൈവത്തിന് നഷ്ടപ്പെട്ടു. മനുഷ്യന്റെ പറുദീസ നഷ്ടത്തെക്കുറിച്ച് കാവ്യമുണ്ടായി, എന്നാൽ ദൈവത്തിന്റെ വേദന ആരും ഒന്നും കാണുന്നില്ലേ? ദൈവത്തിന്റെ ആ ശബ്ദം ഒരു ദേഷ്യത്തിന്റെ ശബ്ദമല്ല. അവിടെ പാപം ചെയ്ത മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം ആ സ്നേഹത്തിൽ നിന്ന് ചോദിക്കുകയാണ്, വാട്ട് ഹാവ് യു ഡൺ? നീ എന്താ ചെയ്തത്? ദൈവം എന്തെന്ത് സ്വപ്നങ്ങളോടെ സൃഷ്ടിച്ച് വളർത്തിയ മനുഷ്യനാണവൻ. തേജസ്സും ബഹുമാനവും അണിയിച്ച് തന്റെ പുത്രനാക്കിയ ആദമും ഹവ്വയും ഇപ്പോൾ തേജസ് നഷ്ടപ്പെട്ടവനായി, പുത്രത്വം നഷ്ടപ്പെട്ടവനായി, നഗ്നനായി ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതായ ഒരു അവസ്ഥ. മനുഷ്യൻ അതിന്റെ സീരിയസ്നെസ് ഒരുപക്ഷെ മനസ്സിലായി കാണത്തില്ല. പക്ഷേ ദൈവത്തിന് അതൊരു വലിയ ഇഷ്യൂ ആണ്. ദൈവത്തിന് മനുഷ്യനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്തെന്ത് സ്വപ്നങ്ങളോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്തെന്ത് ആഗ്രഹങ്ങളോടുകൂടെ, എന്തെന്ത് പ്ലാൻസ് അവനുണ്ടായിരുന്നു. മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന അവന്റെ പ്ലാൻസ് എത്രയോ വലുതായിരുന്നു. വിശുദ്ധിയായ ദൈവത്തെ രാജാവും പിതാവുമാക്കുന്ന വലിയ ഒരു വിശുദ്ധ സമൂഹം സ്വപ്നം കണ്ട ദൈവത്തിന്റെ സ്വപ്നത്തെ മുഴുവൻ മനുഷ്യൻ തല്ലിക്കെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അവൻ ഇൻഡിപെൻഡന്റ് ആയി. അതാ അതിനകത്തെ പ്രശ്നം ഉണ്ടാകുന്നത്. അവൻ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദമും ഹവ്വയും പഴം പറിച്ച് നിന്നതിലൂടെ ചെയ്യുന്നത് എന്താണ്? അതുവരെയും ദൈവ സംസർഗത്തിൽ കഴിഞ്ഞിരുന്നവനായ ആദമും ദൈവവും തമ്മിൽ സംസർഗത്തിൽ കഴിയായിരുന്നു, കമ്മ്യൂണിയൻ. ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആ സൃഷ്ടിയിൽ തന്നെ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ ദൈവിക സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. അന്ന് മുതൽ ദൈവത്തിന്റെ ആ സൃഷ്ടിയിൽ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹമല്ല, ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ജീവൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആനിമൽ ലൈഫ് അല്ല. പശുവിനും പട്ടിക്കും കരടിക്കും കുരങ്ങിനും എല്ലാം ജീവനുണ്ട്. ആ ഒരു ജീവനല്ല ഇവിടെ പറയുന്നത്. അവൻ വെറും ദേഹമായിരുന്നില്ല, അവൻ ദേഹിയായിരുന്നു. അവനൊരു ബോഡിയുണ്ട്, അവന് ജീവനുണ്ട്, ആനിമൽ ലൈഫ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശ്വാസം അവനിലേക്ക് ഒഴുക്കിയപ്പോൾ അവനിൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ആത്മജീവൻ, ദേഹിക്കപ്പുറത്തുള്ള ജീവൻ. ആ ജീവൻ അവന് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്, ആത്മാവാകുന്ന ദൈവത്തിൽ നിന്നാണ്. മനുഷ്യനിലെ ആത്മജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ്, അഥവാ ഒഴുകിയെത്തേണ്ടതാണ്. ഈ ശ്വാസത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്നറിയാമോ? ഈ ശ്വാസത്തിന്റെ പ്രത്യേകത അത് നിരന്തരം വേണമെന്നുള്ളതാണ്. നമുക്കിപ്പം ഇന്ന് പറയുകയാണെന്നോ, ഞാൻ ഇന്നങ്ങ് ഉറങ്ങാൻ പോയി, എനിക്ക് ഇനി ശ്വാസം ഇപ്പം അതുകൊണ്ട് നാളെ രാവിലെ വരെയുള്ള ശ്വാസം അങ്ങ് വലിച്ചേച്ച് ഞാൻ പോയി കിടന്നുറങ്ങാമെന്ന് പറയാൻ പറ്റും? ഇല്ല. ഈ ശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നിരന്തരമായിട്ട് നമുക്ക് അനിവാര്യമായ കാര്യമാണ് ശ്വാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ശ്വാസം ഒരുമിച്ച് വാങ്ങിക്കാനോ വല്ലതും പറ്റുമോ? അങ്ങനെയൊന്നും പറ്റത്തില്ല. വാങ്ങിച്ചു വെക്കാമായിരിക്കും കുറച്ച് ഓക്സിജനൊക്കെ, പക്ഷെ വേറെ കാര്യമുണ്ട്, അത് നിരന്തരമായി ഒഴുകിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. ഇതുപോലെ ദൈവത്തെ
അവന്റെ ദൈവത്തിൽ നിന്ന് ആദം സ്വീകരിച്ചതായ ആ ജീവശ്വാസത്തിലൂടെ ലഭിച്ച ജീവൻ, ദൈവിക ജീവൻ, അത് എല്ലാ നിമിഷങ്ങളിലും അവന് ലഭിച്ചുകൊണ്ടിരിക്കണം. നിരന്തരമായ സമ്പർക്കം ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് പോരാ, നിരന്തരമായിട്ട്. അതായത് ഒരു നിമിഷം പോലും ഈ ദൈവത്തിൽ നിന്ന് അവന് മാറി നിൽക്കാൻ പറ്റുകയില്ല. ആനിമൽ ലൈഫ് അല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ആ ദൈവിക ജീവൻ നിലനിൽക്കണമെങ്കിൽ എപ്പോഴും ദൈവത്തിന്റെ അടുത്ത് തന്നെ ഇവൻ കാണണം. മനുഷ്യന് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Man cannot be independent from God, and if he becomes independent from God, he is dead. അവൻ മരിച്ചു. ശാരീരിക മരണമല്ല. ഇപ്പോ ദൈവം ആദമിനോട് പറയുന്നൊരു കാര്യമുണ്ട്, തോട്ടത്തിന്റെ ഈ നിനക്ക് ഏത് വൃക്ഷത്തിന്റെ ഫലവും തിന്നാം, പക്ഷെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ നമുക്കറിയാം, അത് തിന്നു കഴിഞ്ഞിട്ടും അവൻ 900 വർഷം, 900-ലേറെ വർഷങ്ങൾ എന്ത് ചെയ്തു? ജീവിച്ചു, ഇല്ലേ? പക്ഷേ അവൻ ദൈവത്തിന് മരിച്ചു. അവൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയി. അവന് ദൈവ സംസർഗം നഷ്ടപ്പെട്ടു. അതിനുശേഷവും ദൈവം അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ കമ്മ്യൂണിയൻ ഇല്ലാതെയായി. സംസാരമുണ്ട്, സംസർഗമില്ലാതെയായി. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ് ആദ്യത്തെ പാപം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പഴം പറിച്ചു തിന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ടല്ലോ, ഒരു പഴം പറിച്ചു തിന്നതിനാണോ ഇത്രയും വലിയ ശിക്ഷ കൊടുത്തത്? പഴം പറിച്ചു തിന്നതല്ല, എന്തിന് പറിച്ചു തിന്നു? അവൻ എന്ത് പറഞ്ഞു? അവൻ പറയുന്നത് എന്ത് പറഞ്ഞാ? എനിക്ക് ദൈവത്തെ പോലെ ആകണമെന്ന് പറഞ്ഞാണ് അവൻ പഴം പറിച്ചു തിന്നുന്നത്. പാമ്പ് അവനോട് പറയുന്നത് എന്താണ്? നിങ്ങൾ മരിക്കയില്ല. ഹവ്വ പറഞ്ഞു, ഇത് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം ഞങ്ങളോട്, തിന്നരുത്, തൊടുക പോലും ചെയ്യരുത്, മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാമ്പ് പറഞ്ഞു, മരിക്കയില്ല നിശ്ചയം. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത്? കാര്യം ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും. ദൈവം അസൂയ കൊണ്ട് പറഞ്ഞതാ ഇത് തിന്നരുതെന്ന്. ഇതാണ് പാമ്പ് പറയുന്നത്. ഹവ്വ എന്ത് ചിന്തിച്ചു? അങ്ങനാണോ, എന്നാൽ എനിക്കും ദൈവം ആകണം. എനിക്കിനിയും എന്തിനാണ് ഇവർ പഴം പറിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകാനാണ്. നന്മയും തിന്മയും തിരിച്ചറിയുക, അഥവാ നന്മ എന്താണ് തിന്മ എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്, ദൈവം മാത്രമാണ്. നന്മയെയും തിന്മയെയും തമ്മിൽ തിരിച്ചറിയേണ്ടത് മനുഷ്യൻ ദൈവത്തിൽ നിന്നായിരിക്കണം. എന്നാൽ നന്മ എന്താണ് തിന്മ എന്താണെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ഇനി ദൈവം അതിനകത്ത് ഇടപെടേണ്ട, ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡന്റ് ഫ്രം ഗാഡ് എന്ന് പറഞ്ഞാണ്, ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകാനാണ് മനുഷ്യൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നത്. ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയപ്പോൾ അവൻ മരിച്ചു. ആ ദൈവിക ജീവൻ അവനിൽ നിന്ന് നഷ്ടമായി. ഇപ്പം നമ്മൾക്ക് ശ്വസിക്കുന്നത് ഈ അന്തരീക്ഷത്തിൽ നിന്നാണ്. സപ്പോസ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ല, നമ്മൾ ഓക്സിജൻ സിലിണ്ടറാണ്, വലിയ ഓക്സിജൻ സിലിണ്ടർ വെച്ചിരിക്കുകയാണ്, അതിനെ ഒരു ട്യൂബുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണെന്ന് വെച്ചു. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഈ ട്യൂബിൽ നിന്ന് കിട്ടും. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, ഈ ഓക്സിജൻ സിലിണ്ടർ ഇരിക്കുന്നിടത്തുനിന്ന് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ മൂക്കിൽ നിന്ന് ട്യൂബ് അങ്ങ് പോകും. പിന്നെന്താ സംഭവിക്കുന്നത്? യു ആർ ഗോയിങ് ടു ഡൈ. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണെന്ന് വെച്ചോ, നീ എന്തിനാടാ ഇങ്ങനെ ഈ ഓക്സിജൻ സിലിണ്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്? നിനക്ക് സ്വതന്ത്രനാകണ്ടേ? അങ്ങനെ സ്വതന്ത്രനാക്. അങ്ങനെ നീ ഈ ട്യൂബ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നിനക്ക് സ്വതന്ത്രനാകാം, അങ്ങനെ നീയും ഓക്സിജൻ സിലിണ്ടർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇതുപോലെ ആ പിശാച് വന്ന് പറഞ്ഞത് എന്ത്? ഈ ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞേര്, നീ തീരുമാനിക്കുക നന്മ എന്താണ് തിന്മ എന്താണെന്ന്, നിനക്ക് ദൈവത്തെ പോലെ ആകാമെന്ന്. അത് പാമ്പ് പറഞ്ഞ ഭയങ്കര കള്ളത്തരവാണ്. ഹവ്വ കുറഞ്ഞ പാർട്ടിയൊന്നും അല്ലായിരുന്നു ഹവ്വായും ആദാമും. അവരെന്ത് പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട. അവർ ദൈവത്തെ നിഷേധിച്ചാണ് പഴം പറിച്ചു തിന്നത്. ദൈവത്തിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്റർവീൻ ചെയ്യാനുള്ള അനുവാദം ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് അവർ പറഞ്ഞു.
വി വോണ്ട് ടു ബി ഇൻഡിപെൻഡന്റ് ഫ്രം ഗോഡ്. ആ ഇൻഡിപെൻഡൻസ് ആണ് ശരിക്കും മരണം എന്ന് പറയുന്നത്. ദൈവ സംസർഗത്തിൽ നിന്ന് അവരെ മാറ്റിക്കളഞ്ഞു. ദൈവ സംസർഗത്തിൽ നിന്ന് മാറിയാൽ മനുഷ്യൻ മരിക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നന്മയും തിന്മയും നീ തീരുമാനിച്ചാൽ, അഥവാ അതിനുള്ള തീരുമാനം നീ എടുത്താൽ, ആ തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ നമ്മൾ ശരിക്കും തീരുമാനം എടുക്കേണ്ടിയിരുന്നത് എന്താണ്? ദൈവ സംസർഗത്തിൽ മാത്രം എനിക്ക് ജീവിച്ചാൽ മതി എന്ന് തീരുമാനം എടുക്കണമായിരുന്നു. തോട്ടത്തിൽ 2 വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഒന്ന് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം. അടുത്ത വൃക്ഷം, വേറൊരു വൃക്ഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ ഫലം തിന്നാൽ എങ്ങനെ നീ തിന്നുന്നോ, എങ്ങനെ ഇരിക്കുമ്പോൾ തിന്നുന്നോ, അതുപോലെ നീ എന്നേക്കും ജീവിക്കും. അപ്പോൾ ദൈവ സംസർഗത്തിൽ ഇരിക്കുമ്പോൾ നീ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ എന്നേക്കും നീ ദൈവ സംസർഗത്തിൽ ജീവിക്കും. എന്നേക്കും ദൈവ സംസർഗത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആദാമിനുണ്ടായിരുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ? ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നേനെ. ദൈവം ആഗ്രഹിച്ചത് അതാ. കാര്യം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നരുതെന്ന് ദൈവം അന്ന് കൽപ്പിച്ചില്ല. കാര്യം ദൈവം ആഗ്രഹിച്ചത് ദൈവ സംസർഗത്തിൽ ജീവിക്കുന്ന ആദാം പറയണം, അവന്റെ ഹൃദയത്തിൽ അവൻ മനസ്സിലാക്കണം, ഈ ദൈവമാണ് എൻ്റെ ജീവന്റെ ദാതാവ്, ഈ ദൈവത്തെ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല, എനിക്ക് നിത്യകാലം അവനോടുകൂടെ ജീവിക്കണം, അവനുമായുള്ള സംസർഗത്തിൽ ജീവിക്കണം എന്ന തിരിച്ചറിവോടുകൂടെ, മോഹത്തോടുകൂടെ അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നിരുന്നെങ്കിൽ ദൈവത്തിന് സന്തോഷമായേനെ. എന്ന് തന്നെയല്ല, നിത്യകാലം ആ ദൈവ സംസർഗത്തിൽ തന്നെ അവൻ ജീവിച്ചേനേയും, അവർക്ക് മക്കളുണ്ടായാൽ അവർ വിശുദ്ധരായിരുന്നേനേയും, അവരുടെ മക്കളും വിശുദ്ധരായിരുന്നേനേയും, ദൈവത്തിന്റെ സ്വപ്നം നിർവഹിക്കപ്പെട്ടേനെ. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം പറിച്ചു നിന്ന് ഇവർ പാപികളായി തീർന്നപ്പോൾ ഇവരെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി. നമുക്കെല്ലാവർക്കും അറിയാം. എന്താ പുറത്താക്കിയത്? അവിടെ എഴുതിയിട്ടുണ്ട്, ഇവർ ഇനിയും കൈ നീട്ടി ചിലപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നേക്കും. അതിനെന്താ പ്രശ്നം? ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏതവസ്ഥയിൽ തിന്നുന്നോ അതുപോലെ ആയിരിക്കും എന്നേക്കും ജീവിക്കുന്നത്. അപ്പോൾ ദൈവം പറയുന്നത്, ചിലപ്പോൾ ആളുകൾ പറയും, എന്നാലും ഏദൻ തോട്ടത്തിന് പുറത്താക്കിയത് കുറച്ച് കടന്ന കൈയായി പോയെന്ന്. പക്ഷേ പുറത്താക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ദൈവം പറയുക, എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദാം, അവൻ പാപം ചെയ്തു, ഇപ്പോൾ അവൻ പാപിയാ, പക്ഷെ എനിക്ക് അവനെ വീണ്ടെടുക്കണം. എന്നാൽ ഇവന് ഇനി ഞാൻ പാപിയായി തന്നെ ജീവിച്ചോളാമെന്ന് പറഞ്ഞ് പാപിയായി ജീവിക്കുമ്പോൾ ജീവവൃക്ഷത്തിന്റെ നേരെ കൈനീട്ടി പഴം പറിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എനിക്കവനെ വീണ്ടെടുക്കാൻ കഴിയുകയില്ല. കാര്യം അവൻ എന്നേക്കും പാപിയായിട്ട് ജീവിക്കും. അത് സംഭവിക്കാതിരിക്കാനാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെ പുറത്താക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, expulsion of Adam was not an act of punishment, rather it was an act of grace. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ ഒരു എക്സ്പ്രഷൻ എന്ന നിലയിലല്ല, പ്രത്യുത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു എക്സ്പ്രഷനാണ്. പലപ്പോഴും ദൈവം ഇടപെടുന്ന പല കാര്യങ്ങളും നമുക്ക് ദൈവത്തിന്റെ കോപത്തിന്റെ എക്സ്പ്രഷനാണെന്ന് തോന്നാം. പക്ഷേ കൂടുതൽ തിന്മയായത് ഭവിക്കാതിരിക്കാൻ പലപ്പോഴും നമ്മളെ ദൈവം ചില സ്ഥലങ്ങളിൽ മാറ്റി നിർത്തുന്നുണ്ടാവാം. അതിന് ദൈവത്തിന് നന്ദി പറയണം. അന്ന് ആദമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് ഒരു യാഥാർത്ഥ്യമാകത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. അങ്ങനെ ആത്മമരണം സംഭവിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ, ദൈവ സംസർഗം വിട്ട് നന്മയും തിന്മയും ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവ സംസർഗം വിട്ട് ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിച്ച മനുഷ്യൻ, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നവൻ, അവൻ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയാണ്. ഇനി ആ സ്വാതന്ത്ര്യത്തിൽ അവൻ ദൈവത്തിന് മരിച്ചു, അവൻ ഇൻഡിപെൻഡന്റായി ജീവിക്കുകയാണ്. ഇനി അവൻ എന്ത് ചെയ്യാൻ പാടില്ല? ഇനിയും പാപത്തിൽ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന്
അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വപ്നം ഒരിക്കലും മാറുന്നില്ല. ദൈവത്തിൻ്റെ സ്വപ്നം എപ്പോഴും ഒരേപോലെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യെശയ്യാവിൻ്റെ പ്രവചനം 43 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടി തൊട്ട് പറഞ്ഞിട്ട് ഒടുവിൽ അവനെ വീണ്ടെടുക്കുന്ന കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട്. അതായത് യെശയ്യാവിൻ്റെ പ്രവചനം 43 നമ്മൾ വായിച്ച വേദഭാഗമാണ്. അവിടെ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, അവൻ പാപം ചെയ്തു. പാപം ചെയ്ത മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. മനുഷ്യൻ നഷ്ടപ്പെട്ടവനായി തീർന്നപ്പോൾ വീണ്ടെടുക്കപ്പെട്ടതായ ഒരവസ്ഥയിലേക്ക് മടക്കി വരുത്തുന്നതായ ഒരു കാര്യം. വീണ്ടെടുക്കപ്പെട്ട അവസ്ഥയിലേക്ക് മനുഷ്യന് തേജസ് മടക്കി കൊടുക്കണം. മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ് മടക്കി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, തേജസിന്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു. പക്ഷേ എന്നും തേജസ്സില്ലാത്തവനായി, പുത്രനല്ലാതെ മരിച്ചവനായി അവൻ നിത്യ നരകത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെ മടക്കി കൊണ്ടുവരുവാൻ, അവനെ തേജസ്സിന്റെ വസ്ത്രം മടക്കി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ പുത്രാധികാരം നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവത്തിന്റെ മനുഷ്യന് തേജസ്സിന്റെ വസ്ത്രം മടക്കി കൊടുക്കാൻ ദൈവം നിയോഗിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പദ്ധതി, വീണ്ടെടുപ്പിന്റെ പദ്ധതി, അതാണ് യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ കണ്ടത്. നിന്നെ സൃഷ്ടിച്ചു, നിന്നെ നിർമ്മിച്ചു, പക്ഷെ നീ നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്തു വേണം? വീണ്ടെടുക്കപ്പെടണം. ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കായിട്ട് ദൈവം തെരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിനെയാണെന്നാണ് നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് തേജസ് മടക്കി കൊടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് യേശുക്രിസ്തു. അത് എപ്പോഴാ ചെയ്തതെന്ന് ചോദിച്ചാൽ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചു. ലോകത്തിന്റെ ജ്ഞാനത്തിനും ബുദ്ധിക്കും ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല, ഇല്ലേ? അതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. അവർക്ക് അവരുടെ ജ്ഞാനത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും ഒരു വലിയൊരു പ്രശ്നമാണ്, ഗോസ്പൽ ഈസ് ടു സിമ്പിൾ ഫോർ പീപ്പിൾ. യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ് മടക്കി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരായ ആളുകളുടെ ബുദ്ധിക്ക് അതങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ വളരെ ജ്ഞാനികളായ നമ്മുടെ ഭാരതീയരായ ഹിന്ദുക്കളായ ആളുകളുടെ അടുത്ത് സുവിശേഷം പറയുമ്പോൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. ഞാനും പലരോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്നാന്ന് ചോദിക്കാം, ചില ഞങ്ങൾക്ക് ഈ ദൈവത്തിലേക്കൊന്ന് മടങ്ങിച്ചെല്ലാനായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ചെയ്യുന്നത്. ഞങ്ങൾ മല ചവിട്ടുന്നു, ഉരുളുന്നു, കുളിക്കുന്നു, ഭക്ഷണം വെടിയുന്നു, എല്ലാം ഉപേക്ഷിക്കുന്നു, എല്ലാമായിട്ട് ഞങ്ങൾക്ക് ദൈവത്തിന്റെ അടുത്തോട്ട് മടങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല. ഇത്രയും ചെയ്തിട്ട് ഞങ്ങൾക്ക് ദൈവത്തിന്റെ അടുത്തോട്ട് മടങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. നിങ്ങൾ വന്നിട്ട് പറയുക, 2000 വർഷം മുമ്പ് ഒരാൾ ജീവിച്ചിരുന്നു, യേശു എന്ന പേര്, ആ യേശുവിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുമെന്ന്. ഇറ്റ് ഈസ് ടു സിമ്പിൾ ഫോർ അസ്. അതൊരു വലിയ പ്രശ്നമാണ്. ഗോസ്പൽ ഈസ് ടു സിമ്പിൾ ഫോർ പീപ്പിൾ. പക്ഷേ അതാണ് സത്യം. ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് മനസ്സിൽ ചിന്തിക്കാറുണ്ട്. ഈ നയമാൻ എലീശായുടെ അടുത്ത് വന്ന്, അപ്പൊ അവൻ പ്രതീക്ഷിച്ചത് എന്താ? എലീശ ഇങ്ങോട്ട് വലിയ ആരവാരത്തോടുകൂടെ വരും, അവന്റെ കുഷ്ഠരോഗത്തിന് മീതെ കൈകളെ ഇങ്ങനെ ആട്ടി മന്ത്രമൊക്കെ അങ്ങോട്ട് ജപിച്ചു. കാര്യം അതൊക്കെ അവൻ കണ്ടിട്ടുള്ളല്ലോ. എന്നിട്ട് മാറട്ടെ
എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേറെ കുറച്ച് നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമെന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എലീശ പുറത്തോട്ട് പോലും വരുന്നില്ല. അവനോട് പറഞ്ഞു, അയാളോട് പറ, പോയി യോർദാൻ നദി പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറ, ചെല്ലേ. അപ്പൊ ഇയാൾ ചോദിക്കുന്നത് എന്തുവാ? എടാ, അരാബയിലൊന്നും നല്ല വെള്ളമില്ലാഞ്ഞിട്ടാണോ? ഇതിനേക്കാൾ എത്രയോ നല്ല വെള്ളമെല്ലാം അവിടെ ഉണ്ട്. അവിടെ എല്ലാം പോയി ഞാൻ കുളിച്ചു നോക്കിയതാ. അത്രയും നദികളിൽ പോയി കുളിച്ചു നോക്കിയിട്ട് എന്റെ കുഷ്ഠരോഗം മാറിയില്ല. പിന്നെ ഈ കലക്കവെള്ളത്തിൽ വന്ന് മുങ്ങിയാൽ മതി എന്ന് പറയുന്നു. പലപ്പോഴും ആളുകൾക്ക് എന്താണെന്ന് അറിയാമോ? ആത്മീയത എന്ന് പറയുന്നത് കലക്കവെള്ളത്തിൽ മുങ്ങാൻ. പലപ്പോഴും ആളുകൾ പറയും, അവൾ പോയി കലക്കവെള്ളത്തിൽ പോയി മുങ്ങി, ഇല്ലേ? അതൊക്കെ ടൂ സിമ്പിളായിട്ട് ആളുകൾ ചിന്തിക്കുന്നത്. അതിനേക്കാൾ വലിയ ഞങ്ങൾ നൊയമ്പ് നോക്കുന്നു, അത് നോക്കുന്നു, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നില്ല. അന്നേരം ഒരാൾ വന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് ഒരാൾ മരിച്ചു, ആ വ്യക്തിയിൽ വിശ്വസിച്ചാൽ ഉടനെ. കാര്യം ഗാസ്പൽ ഇന്ന് പല ആളുകൾക്കും ഇറ്റ് ഈസ് ടു സിമ്പിൾ ഫോർ ദം. ഇവിടെയും ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ പറയുകയാണ്, അവർക്ക് മനസ്സിലാകുന്നില്ല. ഇസ്രായേലില് പ്രത്യേകിച്ച് നസറത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ഒരു തച്ചനായി ജീവിച്ച ഒരു വ്യക്തിയാണ് തേജസ് മടക്കിക്കൊണ്ടുവരുവാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സിനെ മടക്കി കൊടുക്കുവാൻ ഇതാ വന്നിരിക്കുന്നു. ആര്? നസറത്തിലെ ഒരു തച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു സിമ്പിൾ ഫോർ ദം. ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അത് അറിഞ്ഞിരുന്നില്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചത് ഇതാണെന്നുള്ളത് ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. അവർക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ ദാറ്റ് ഈസ് ദ ഫാക്ട്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം മനുഷ്യന് മടക്കി കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് യേശുവിനെയാണ്. ആ യേശുവിലൂടെയാണ് ഈ വസ്ത്രം മനുഷ്യന് മടക്കി കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ഒരു കാര്യം ഇവിടെ പറയുന്നത്, അത് എന്നാണ് ദൈവം പ്ലാൻ ചെയ്തത്? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചത്. അതായത് പിന്നീട് ദൈവം ആലോചിച്ച് പ്ലാൻ ചെയ്തതൊന്നുമല്ല. മനുഷ്യന്റെ വീഴ്ചയെ മുൻകണ്ടതായ ദൈവം അതിന് പരിഹാരവും ഉണ്ടാക്കിയിട്ടാ മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? പിന്നെന്തിനാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? ഇല്ലേ? ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത്. പിന്നെന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു. എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ എങ്ങനെ വീണ്ടെടുക്കണമെന്നുള്ളതും ദൈവത്തിന് അറിയാമായിരുന്നു. അങ്ങനെ വീണ്ടെടുപ്പിന്റെ മാർഗം വീഴ്ചയ്ക്ക് മുമ്പേ നിയമിച്ചാക്കിയവനാണ് എൻ്റെ ദൈവം. അഥവാ അല്ലാതെ വീണുപോയതിന് ശേഷം പിന്നെ ആലോചിച്ചുണ്ടാക്കിയതല്ല ക്രൂശിന്റെ മാർഗം. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ച മറഞ്ഞിരുന്നതായ ദൈവത്തിന്റെ ജ്ഞാനമാണ് യേശു ക്രിസ്തു. മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് ദൈവത്തിന് അറിയായിരുന്നു. എന്നാൽ പാപം ചെയ്താൽ അതിനുള്ള പരിഹാരം എന്താണോ അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നമ്മുടെ തേജസ് മടക്കി തരുവാൻ യേശുവിനെ ദൈവം നിയോഗിച്ചിരുന്നു. എന്നാൽ അതൊരു മർമ്മമാണെന്നാണ് നമ്മൾ കാണുന്നത്. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായ ഒരു മർമ്മം, അത് മറഞ്ഞിരുന്നതായിരുന്നു. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അത് മറഞ്ഞിരുന്നതായ മർമ്മമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. കാൽവറി ക്രൂശിൽ എലോവായ് എലോവായ് ലമ്മ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞ് വിലപിച്ച് കരയുന്ന യേശുവാണ് ലോകത്തിന്റെ പാപങ്ങളുടെ പരിഹാരമായി ദൈവം നിയോഗിച്ച വ്യക്തി എന്നുള്ളത് സ്വാഭാവികമായി മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാതെയിരുന്നു. കാരണം മനുഷ്യനിത് മനസ്സിലാക്കാൻ പരിശ്രമിച്ചത് മാനുഷിക ബുദ്ധിയിലാണ്. എന്നാൽ മറഞ്ഞിരുന്നതായ മർമ്മമാണ്. അതവർക്ക് അറിയാമായിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ്. യേശുവാണ് തേജസ് കൊണ്ടുവന്ന് കൊടുത്തതായ കർത്താവ്. ഈ യേശുവിലൂടെയാണ് നമ്മൾക്ക് തേജസ് മടക്കി കിട്ടുന്നത്.
യേശു ഭൂമിയിലേക്ക് വന്നത് ഈ തേജസ് എനിക്ക് മടക്കി തരാനാ. പക്ഷെ ഈ തേജസ്സാണ് എന്നെ പുത്രനാക്കുന്നത്. എന്റെ പുത്രത്വത്തിന്റെ അധികാരമാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അവ യേശു വന്ന് എന്താ ചെയ്യുന്നത്? അനേകരെ വീണ്ടെടുത്തു, വിടുവിച്ചു. എന്നിട്ട് പറയാണ്, എന്റെ പിന്നാലെ വരിക. അപ്പൊ യേശു മുന്നേ നടക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം പുറകെ നടക്കുന്നു. എങ്ങോട്ടാ? ആ തേജസ്കരണത്തിന്റെ മാർഗത്തിലേക്ക്. അനേകം പുത്രന്മാരെ, പുത്രനുള്ളതാ തേജസ്. അപ്പൊ പുത്രത്വം മടക്കി കൊടുത്ത് തേജസിന്റെ വസ്ത്രം ഉടുപ്പിച്ച് സമ്പൂർണമായ തേജസ്കരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ മുമ്പിൽ നടക്കുന്നത് ആരാ? ഈ തേജസിന്റെ കർത്താവ് എന്നുള്ളതാണ്. ആ പുത്രത്വമാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പുത്രനെങ്കിൽ അവകാശികളും. ആ അവകാശം എന്താണെന്ന് ചോദിച്ചാൽ അത് തേജസ്സാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത്, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും അത്രേ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. അവകാശം തേജസ്സാണ്. ആ തേജസ് കിട്ടിയാൽ അടുത്ത പടി എന്നറിയാമോ? പിന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ്. തേജസ്കരണം എന്ന് പറയുന്ന ആത്യന്തികമായ ഒരു വലിയ തേജസ് നമുക്ക് മരണശേഷം അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോടുകൂടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സമ്പൂർണമായ തേജസ്സിലായിരിക്കും നമ്മൾ. പക്ഷെ ഇവിടെ തന്നെ നമുക്ക് ഈ പുത്രാധികാരമാകുന്ന തേജസ് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ പുത്രാധികാരം പ്രാപിച്ചതുകൊണ്ട്, ആ തേജസ്സിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് എന്താണ്? നമ്മൾ പുത്രനെങ്കിൽ അവകാശികളാണ്. നമുക്കിപ്പോൾ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് കഴിയും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റോമാലേഖനത്തിൽ തന്നെ അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഒന്നാമത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. എങ്ങോട്ട്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക്. നാം നീതീകരിക്കപ്പെട്ടപ്പോൾ പുത്രത്വം നമുക്കവൻ മടക്കി തരികയാണ്. നാം വീണ്ടും ജനിക്കുമ്പോൾ, നമ്മൾ മക്കളായി തീരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുത്രത്വത്തിന്റെ അധികാരം അവിടെ നമുക്ക് മടക്കി തരികയാണ്. ഇപ്പോൾ നമ്മൾ മക്കളാണ്. മക്കളായതുകൊണ്ട് അപ്പന്റെ അടുത്തോട്ട് പോകാം. പാപിയായ ഒരു മനുഷ്യനും ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച്, നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ച്, പാപത്തെ നീക്കി നമ്മെ നീതീകരിച്ച്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായ നമ്മെ തേജസിന്റെ വസ്ത്രം ഉടുപ്പിച്ച് അപ്പന്റെ അടുത്തേക്ക്, പിതാവിന്റെ അടുത്തേക്ക്, ദേ ഞാൻ നേടിയതായ മകൻ 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 എന്ന് പറഞ്ഞ് പുത്രന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ തേജസിന്റെ വസ്ത്രം മടക്കി കിട്ടിയ എനിക്കിപ്പോൾ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ആദാം പാപം ചെയ്തപ്പോൾ അവന് തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടത് കൊണ്ട് അവന് ദൈവത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. അവന് പിന്നെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാമല്ലോ ചരിത്രം. അങ്ങനെ ദൈവസന്നിധിയിൽ കടക്കാൻ കഴിയാതെ പുത്രത്വം നഷ്ടപ്പെട്ടവരായി, തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടവരായി കഴിഞ്ഞിരുന്ന നമ്മെ തന്റെ ക്രൂശ് മരണത്താൽ വീണ്ടെടുത്ത് തേജസിന്റെ വസ്ത്രം കർത്താവ് തിരിച്ചു തന്ന് നമ്മെ തേജസിന്റെ വസ്ത്രം ഉടുപ്പിച്ച് ഇപ്പോൾ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറ്റി വിടുക. ഇപ്പൊ നമുക്ക് അകത്തോട്ട് കയറാൻ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആദമിന് ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഈ തേജസിന്റെ വസ്ത്രം ഉടുത്തുകൊണ്ട് ഇപ്പോൾ പിതാവിങ്കലേക്ക് നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ആദവന് നഷ്ടപ്പെട്ട തേജസ്
യേശു കർത്താവ് മടക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് അവൻ തേജസ്സിന്റെ കർത്താവാകുന്നത്. എൻ്റെ യേശു തേജസ്സിന്റെ കർത്താവാ. ഒന്ന് പറയാമോ? എൻ്റെ യേശു തേജസ്സിന്റെ കർത്താവാ. എനിക്ക് തേജസ് മടക്കി തന്നവനായ കർത്താവാ. എത്ര അത്ഭുതകരമായ അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പുത്രനെങ്കിൽ അവകാശികളുമാണ്. 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, നേരത്തെ വായിച്ചതാണ്. റോമാലേഖനം 8:17 ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ജീവനിൽ വാഴും. റോമാലേഖനം 5-ാം ഞാൻ വായിച്ചത്. ജീവനിൽ വാഴും. നേരത്തെ മരണമായിരുന്നു. ആദമിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? ആദമിന്റെ കാര്യത്തിൽ ലംഘനത്താൽ, ഏകന്റെ ലംഘനത്താൽ മരണം. എന്നാൽ ആ ഏകൻ നിമിത്തം മരണം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആദമിലൂടെ നമ്മൾ മരണത്തിലേക്ക് കൂപ്പുകുത്തുക എന്നൊക്കെ പറയുമല്ലോ അല്ലേ? ആദമിലൂടെ മരണത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തിയെങ്കിൽ യേശുവിലൂടെ ആ തേജസ്സിലേക്ക് നമ്മൾ കയറിപ്പോവുകയാണ്. ജീവനാണ് ഇവിടെ ഉള്ളത്, മരണമല്ല, ജീവനാണ്. ആദം പാപം ചെയ്തപ്പോൾ അവനിലൂടെ ഒഴുകിയിരുന്ന ദൈവത്തിന്റെ ജീവശ്വാസം നിന്നു പോയിട്ട് അവൻ ദൈവത്തിന് മരിച്ചവനായെങ്കിൽ, ഇപ്പോൾ യേശുക്രിസ്തു എന്ന ഏകൻ അവൻ നിമിത്തം കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്ന, ഇത് കൃപയാണ്, ഇത് നീതിദാനമാണ്. അവൻ നമുക്ക് അവന്റെ നീതി തന്നിരിക്കുകയാണ്, യേശുവിന്റെ നീതി. ഇപ്പം നമ്മൾ വാഴുന്നത് മരണത്തിലല്ല, ജീവനിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇത് നമ്മൾ നീതീകരിക്കപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏകൻ ലംഘനം ചെയ്തപ്പോൾ എല്ലാവർക്കും ശിക്ഷാവിധി വന്നു, അല്ലെങ്കിൽ മരണം വന്നെങ്കിൽ, ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഇപ്പൊ എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള സകല അവകാശവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം നമ്മൾ പുത്രന്മാരാണ്. ആ പുത്രത്വം അവൻ എനിക്ക് മടക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മക്കളാണ്. മക്കളെങ്കിലോ അവകാശികൾ. റോമാലേഖനം 8-ാം 16-17 വാക്യം, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇപ്പൊ അവകാശികളാണ്. പുത്രത്വം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അവകാശത്തെ നൽകിയിരിക്കുന്നു. ആ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ആത്മബന്ധം നമുക്ക് ലഭിച്ചിരിക്കുന്നു. മനുഷ്യ സൃഷ്ടിയിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ദൃഢബന്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, മൂക്കിൽ ജീവശ്വാസം ഊതിക്കഴിഞ്ഞാൽ ശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. വല്ലപ്പോഴും ചെന്ന് അല്ലല്ലോ, നമ്മൾ ശ്വാസം എന്ന് പറയുന്നത് നിരന്തരമായ സമ്പർക്കമാണ്. അങ്ങനെ ഒരു സമ്പർക്കത്തിൽ നമ്മൾ കഴിഞ്ഞപ്പോഴാണ്, അങ്ങനെ ദൈവ സംസർഗത്തിൽ ആദം കഴിഞ്ഞപ്പോഴാണ് അവൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകാൻ പരിശ്രമിച്ചത്. ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയപ്പോൾ അവൻ മരിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ ദൈവത്തിങ്കലേക്ക് കൂട്ടി യോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും അവന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അവൻ മൂലം നാം ഇപ്പോൾ നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ആദം ഓടിപ്പോയി, ദൈവത്തിൽ നിന്ന് ഓടിപ്പോയെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട ഞാൻ ദൈവത്തിങ്കലേക്ക് ഓടി ചെല്ലുക. കാരണം എനിക്കിപ്പോൾ അവിടെ പ്രവേശനമുണ്ട്. ആദമിന് നഷ്ടപ്പെട്ട പ്രവേശനം യേശുക്രിസ്തുവിലൂടെ, തേജസ്സിന്റെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ എനിക്ക് മടക്കി കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ പറഞ്ഞല്ലോ,
ആ മക്കളെന്ന ബന്ധത്തിലേക്ക്, അതായത് അടിസ്ഥാനപരമായി ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചതാണ് അവനെന്നും ദൈവത്തിന്റെ കൂടെ സഹവസിച്ച്, അതുകൊണ്ടാണല്ലോ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നും ദൈവവുമായിട്ടുള്ള നിരന്തര സംസർഗത്തിൽ. അതിനുവേണ്ടിയാ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാ? അവനുമായിട്ടുള്ള സംസർഗത്തിൽ നമ്മൾ ജീവിക്കേണ്ടതിനാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യനെ യേശു കർത്താവ് വീണ്ടെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സൃഷ്ടിയിൽ ദൈവത്തിനുണ്ടായിരുന്ന ആ സ്വപ്നം തന്നെ നിർവഹിക്കാൻ വേണ്ടിയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ കൂടെ ജീവിക്കണം, ഞാനുമായുള്ള സംസർഗത്തിൽ ജീവിക്കണം, എൻ്റെ ജീവൻ അവരിലേക്ക് ഒഴുകണം, എൻ്റെ ജീവശ്വാസം അവരിലേക്ക് ഒഴുകണം, 24/7 എൻ്റെ ജീവശ്വാസം അവരിൽ ഒഴുകണം. അങ്ങനെ 365 അല്ല 366 ദിവസവും ദൈവ സംസർഗത്തിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധ സമൂഹമായിരുന്നു ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം. അതേ ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തത്. ഇന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. എന്തിനാണ് വീണ്ടെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് വീണ്ടും നമ്മളെ മക്കളാക്കാൻ. ആദമനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു, അവരെ മക്കളാക്കി. വീണ്ടെടുക്കപ്പെട്ട നമ്മളൊക്കെയും ആരാണ്? മക്കളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആദമിന് നഷ്ടപ്പെട്ട പുത്രത്വമാണ് ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതും ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത്. നമുക്കിപ്പോൾ പിതാവിങ്കലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. റോമലേഖനം 5-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ ഈ പ്രവേശനം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നിരന്തരം ആ പിതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് കാര്യം സാധിച്ച് മടങ്ങിപ്പോരുന്നതിനല്ല ഈ ദൈവബന്ധം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. മനുഷ്യരൊക്കെ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്നൊക്കെ പറയുന്നുമുണ്ട്. മീറ്റിങ്ങിനൊക്കെ വന്ന എല്ലാം യേശുവേ നന്ദി, യേശുവേ യേശുവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് വിളിക്കുന്നത്? അവൻ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഓടി വരും. അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ പോകും. അത് കഴിഞ്ഞാലോ വീട്ടിൽ പോയി അവൻ്റെ ജീവിതം, അവൻ്റെ കാര്യം ചെയ്യും. എന്നാൽ അങ്ങനെ ആവശ്യം വരുമ്പോൾ ഓടി വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ബന്ധമല്ല മക്കളുടെ ബന്ധം. പ്രത്യേകിച്ച് ദൈവം ആദമിനെ കുറിച്ച് ഉദ്ദേശിച്ചത് 24/7 അവൻ മകൻ എന്ന നിലയിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു. ഇന്ന് അതിലും ഉപരിയായി, അതായത് സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുണ്ടായിരുന്ന സങ്കല്പത്തിന്റെ പല മടങ്ങ് ഇന്ന് വീണ്ടെടുക്കപ്പെട്ട നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒന്നാമത് ദൈവ സംസർഗത്തിൽ 24/7 ജീവിക്കുക എന്നുള്ളതാണ്. ആ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാതെ വല്ലപ്പോഴും ഒരിക്കൽ ഓടി വന്ന് യോഗം കൂടിയിട്ടോ ഉപവസിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ മാത്രം കാര്യമില്ല. നിരന്തരമായ ദൈവ സംസർഗം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മളുടെ സഭകളിൽ തന്നെ പല ആളുകളും സൺഡേ ക്രിസ്ത്യൻസാണ്, ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. ഞായറാഴ്ച മാത്രമേ അവർക്ക് ദൈവമുള്ളൂ. അല്ലാത്തപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെ ജീവനൊന്നും അവനിലൂടെ ഒഴുകുന്ന രീതിയിലുള്ള ബന്ധമൊന്നും, അതായത് ഒരു നിരന്തര സമ്പർക്കവും സംസർഗവും ഒന്നും പലപ്പോഴും യേശുവുമായിട്ടില്ല. ചിലർ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ പോലുമല്ല, ട്രബിൾ ടൈം ക്രിസ്ത്യൻസാണ്. അവർ യേശുവിൻ്റെ അടുത്ത് വരണമെങ്കിൽ വല്ലതും പ്രശ്നം ഉണ്ടാകണം. പ്രശ്നമുണ്ടെങ്കിലേ ഉള്ളൂ. ചിലർക്ക് രോഗം വരുമ്പം വരും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ദാറുസലാം ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു ചർച്ചിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, ക്ലാസ് എടുക്കുക. ഉടനെ പീറ്റർ ബുസേന എന്ന് പറയുന്ന ഒരു പയ്യനെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവന് അവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ കൂടെ ഒരു വെള്ളക്കാരി പെണ്ണ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഈ വെള്ളക്കാരി പെണ്ണിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ പള്ളിയിൽ ഈ ആഴ്ച വാ, ഇന്ത്യ എന്നുള്ളൊരു മിഷണറിയാണ്, അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് സ്വാഹിലി ആണെങ്കിൽ അവർക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് നിനക്ക് മനസ്സിലാകുമല്ലോ, നീ പള്ളി വരാൻ പറഞ്ഞു. യു കം ടു ദ ചർച്ച്. നീ പെങ്കൊച്ചി തിരിച്ചു ചോദിക്കുക, ചർച്ച്? വൈ ഷുഡ് ഐ കം ടു ദ ചർച്ച്? ഐ എം നോട്ട് സിക്ക്. ഞാനെന്തിനാ പള്ളി വരുന്നത്? എനിക്ക് രോഗമൊന്നും ഇല്ലല്ലോ. എടി ഇവള് ചിന്തിച്ചത് കാര്യം ചെല്ലുമ്പോൾ കേൾക്കുന്നതെല്ലാം രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ, രോഗികളായവർ മുന്നോട്ട് വരാം. ഇവള് ചിന്തിച്ചു പള്ളി ചെല്ലുന്നതെല്ലാം ആരാ?
രോഗികളായവരാണെന്ന്. അങ്ങനെ ട്രബിൾ ടൈം ക്രിസ്ത്യൻസ് ഒത്തിരി ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ യേശു കർത്താവ് നമുക്ക് നേടിത്തന്ന ഈ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മിലേക്ക് വീണ്ടും ദൈവത്തിന്റെ ജീവശ്വാസം ഒഴുകിയെത്തുകയാണ്. എനിക്ക് മനുഷ്യശ്വാസമുണ്ട്, അത് ഓക്സിജനാ. പക്ഷേ ദൈവത്തിന്റെ ജീവശ്വാസം ഓക്സിജൻ അല്ല, എന്നിൽ വസിക്കുന്നവനായ യേശുവാണ്. ആ യേശു എന്നിൽ വസിച്ചുകൊണ്ട് നിരന്തര സംസർഗം, നിരന്തരമായ സമ്പർക്കം, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ആ രീതിയിലുള്ള ഒരു ബന്ധം, അങ്ങനെ ഒരു നിരന്തര സംസർഗം നമുക്ക് നൽകാനായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. കാരണം ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് അതാണ്. ഇനി നമുക്ക് നഷ്ടപ്പെടരുതാത്തത് ഈ ബന്ധമാണ്. ഈ തേജസ്സിന്റെ വസ്ത്രം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തുന്നത് പാപമാണ്. പാപം നമ്മുടെ തേജസ്സിന്റെ വസ്ത്രം, ആദമിന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തിയത് പാപമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനി പാപത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. പകരം യേശു സ്വന്തം രക്തം കൊടുത്ത് നേടിയെടുത്ത ഈ പുത്രത്വത്തിന്റെ അധികാരം നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. എല്ലായ്പ്പോഴും നമ്മളിലൂടെ ഈ യേശുവിന്റെ ശ്വാസം ഒഴുകിയെത്തണം. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ യേശുവിനെ ശ്വസിക്കണം. ബ്രീത്ത് ജീസസ്. യേശുവിനെ കാണണമെന്നല്ല പറയുന്നത്, യേശുവിനെ തൊടണമെന്ന് പോലുമല്ല, യേശുവിനെ ശ്വസിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ യേശുവിനെ ശ്വസിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? ഓരോ നിമിഷങ്ങളിലും ഈ യേശുവിനെ ശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവം ഉദ്ദേശിക്കുന്നതാണ്, ദൈവത്തിന്റെ പദ്ധതി അതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെ ദൈവ സംസർഗത്തിൽ കഴിയുന്ന ഒരു ജനസമൂഹത്തെ, വിശുദ്ധ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ആ ദൈവം സൃഷ്ടി നടത്തിയത്. അതേ ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ദൈവം വീണ്ടെടുപ്പ് നടത്തിയത്. സൃഷ്ടിയിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുപ്പിന്റെ അത്രയും വില സൃഷ്ടിക്ക് പോലും ദൈവം കൊടുക്കേണ്ടി വന്നില്ല. എന്നാൽ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ സ്വന്തം പുത്രനെ, നമ്മുടെ തേജസ്സിന്റെ കർത്താവിനെ അവൻ അയച്ചു കൊടുത്തു. യേശുവിന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ് പുത്രത്വത്തിന്റെ അധികാരം എനിക്ക് മടക്കി കിട്ടിയത്. അത് ഞാൻ സിമ്പിളായിട്ട് എടുക്കാൻ പാടില്ല, നശിപ്പിച്ച് കളയാൻ പാടില്ല. എപ്പോഴും ഏറ്റവും ആഴത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഈ വലിയ പ്രിവിലേജ്, എന്താ പ്രിവിലേജ്? അവന്റെ ജീവശ്വാസം, യേശുവിനെ ശ്വസിക്കുവാനുള്ള അവകാശം, അവന്റെ പുത്രത്വത്തിന്റെ തേജസ് അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും യേശുവിനെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. സ്വർഗ്ഗപിതാവേ, ഏദൻ തോട്ടത്തിൽ കർത്താവേ, നിന്റെ കൽപ്പനകളെ ലംഘിച്ച് ഇൻഡിപെൻഡൻ്റായ, നിന്നിൽ നിന്ന് സ്വതന്ത്രനായ ആദം പുത്രത്വം നഷ്ടപ്പെടുത്തിയപ്പോൾ, അവന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ, ദൈവസംസർഗം നഷ്ടപ്പെട്ടപ്പോൾ, നീ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ തേജസ്സിനായി യേശു കർത്താവിനെ മുന്നൊരുക്കിയിരുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആ യേശു പുത്രത്വം ഞങ്ങൾക്ക് മടക്കി തരേണ്ടതിന് വേണ്ടി സ്വന്തം ജീവൻ കാൽവറി ക്രൂശിൽ അർപ്പിച്ചു. ഞങ്ങളെ നിന്നോട് നിരപ്പിച്ചു. നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം നൽകി തന്നു. കർത്താവേ, ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ മടങ്ങിപ്പോകത്തില്ല, ഇനി ഞങ്ങൾ ഓടിപ്പോകത്തില്ല. ഈ പുത്രത്വത്തിന്റെ ആ തേജസ്സിന്റെ വസ്ത്രം ഞങ്ങൾ ഇനി കീറിക്കളയത്തില്ല. പാപം കൊണ്ട് അതിനെ കുത്തി എടുത്തു കളയുവാൻ, കത്തിയെടുത്ത് കീറുന്നത് പോലെ പാപം കൊണ്ട് ഈ തേജസ്സിന്റെ വസ്ത്രം കീറിക്കളയാൻ ഞങ്ങൾ അനുവദിക്കയില്ല. ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് വേണ്ട. കർത്താവെ, ഞങ്ങൾക്ക് നിന്നോട് ചേർന്ന് ജീവിച്ചാൽ മതി. അതിനുവേണ്ടി നീ ഞങ്ങളെ സഹായിക്കണമേ. ആ തേജസ്സിന്റെ വസ്ത്രം ഞങ്ങൾക്ക് മടക്കി തന്നുവല്ലോ. ഇനിയിപ്പോൾ നിന്റെ സാന്നിധ്യത്തിൽ, സാമീപ്യത്തിൽ 24 മണിക്കൂറും 366 ദിവസവും കർത്താവെ നിന്നെ ബ്രീത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നീ ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ഞങ്ങളുടെ മൂക്കിലേക്ക് കർത്താവെ, ഞങ്ങളുടെ ശാരീരികം അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ഫിസിക്കൽ നോസ് അല്ല, അതിനപ്പുറത്ത് ഞങ്ങളുടെ ആത്മാവിലേക്ക് നിന്റെ ആത്മാവിനെ നീ അയക്കണമേ. അങ്ങനെ 24 മണിക്കൂറും പരിശുദ്ധാത്മാവുമായിട്ടുള്ള സംസർഗത്തിൽ, സഹവാസത്തിൽ ജീവിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ
ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. 100% നിന്റെ പിന്നാലെ വരുവാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവേ, ആ തേജസ്സിന്റെ ആ അനുഭവം ഞങ്ങൾക്ക് മടക്കി തരണമേ. നിന്റെ സാന്നിധ്യത്തിന്റെ നിറവ് നീ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.